കഴിഞ്ഞ ഏതാനും ദിവസമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് എക്സിൽ വൈറലാണ്. പതിവ് രാഷ്ട്രീയ പോരിന്റെയും തീരുവയുദ്ധത്തിന്റെയും സ്വതസിദ്ധമായ വാക്കസരത്തിന്റെയും പേരിലൊന്നുമല്ല അത്. ട്രംപിന്റെ ആരോഗ്യ വിവരങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തുന്ന വിഷയം. ഇപ്പോഴിതാ വിചിത്രമായൊരു പ്രചാരണവും എക്സിൽ നടക്കുന്നു. ട്രംപ് ഈസ് ഡെഡ് എന്നാണ് ഹാഷ്ടാഗ്. യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഒരു പ്രസ്താവനയും ദ സിംസൺസ് എന്ന പ്രശസ്തമായ ആനിമേറ്റഡ് പരമ്പരയുടെ സൃഷ്ടാവ് മാറ്റ് ഗ്രോണിങ്ങിന്റെ അഭിപ്രായ പ്രകടനവുമെല്ലാം ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുകയാണ്. എന്നാൽ ട്രംപ് ജീവനോടെ ഉണ്ടെന്നും ആരോഗ്യവാനാണെന്നും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും കുറച്ചു ദിവസമായി ട്രംപ് പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷനായത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ ട്രംപിന്റെ കാലുകളിലെ വീക്കം മാധ്യമ ക്യാമറകളുടെ എല്ലാം കണ്ണുകളിൽ ഉടക്കി. അവിടെ നിന്നാണ് അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത്. ട്രംപിന് എന്തു പറ്റിയെന്ന ആശങ്ക ഉയർന്നതോടെ വൈറ്റ് ഹൗസിന് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തേണ്ടി വന്നു. CVI അഥവാ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന പ്രത്യേക രോഗമാണ് ട്രംപിനെന്ന് വൈറ്റ് ഹൗസ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ പലരിലും കണ്ടുവരുന്ന രോഗാവസ്ഥയാണെന്നും ആശങ്കപ്പെടാനില്ലെന്ന വിശദീകരണവും പിന്നാലെ വന്നു. കാലിലെ വീക്കത്തെ ചൊല്ലിയുള്ള പ്രചാരണങ്ങൾ ഒരുവിധം അടക്കി നിർത്തിയപ്പോഴാണ് മറ്റൊരു സംഗതി കൂടി പൊങ്ങി വരുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ട്രംപിന്റെ കൈകളിലും വ്രണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. വൈറ്റ് ഹൗസ് ഡോക്ടർ ഷോൺ ബാർബബെല്ലയുടെ മെമ്മോയും പിന്നാലെ വന്നു. ആസ്പിരിൻ പോലുള്ള രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടാണ് കൈകളിൽ മുറിവുണ്ടാകുന്നതെന്നായിരുന്നു ഇതിലെ വിശദീകരണം. ഈ മരുന്നുകൾ കഴിച്ചാൽ ചർമ്മത്തിൽ മുറിവുകൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇതൊരു സാധാരണ പ്രതിഭാസമാണെന്നും ബാർബബെല്ല വിശദീകരിച്ചു. ആളുകളുമായി നിരന്തരം ഇടപെടുകയും ഹസ്തദാനം നടത്തുകയും ചെയ്യുന്നത് കൊണ്ടുള്ള മുറിവുകളാണെന്ന് പ്രസ് സെക്രട്ടറി കരോലിൻ ലിബിറ്റും വാദിച്ചു. രണ്ട് വിശദീകരണങ്ങൾക്കും പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ കയ്യിൽ ഒരു മേക്കപ്പ് വീണ്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൈകളിലെ മുറിവ് മറയ്ക്കാൻ വേണ്ടി ചെയ്തതാണെന്ന പ്രചാരണം പിന്നാലെ വന്നു. ഇതെല്ലാം ആയതോടെയാണ് ട്രംപിന്റെ ആരോഗ്യനില അത്ര മെച്ചപ്പെട്ട സ്ഥിതിയിലല്ലെന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നത്. ഈ കോലാഹലങ്ങൾക്കെല്ലാം ഇടയിലാണ് US വൈസ് പ്രസിഡന്റ് USA ടുഡേക്ക് ഒരു അഭിമുഖം നൽകുന്നത്. അഭിമുഖത്തിൽ ട്രംപിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെങ്കിലും ഫലത്തിൽ അത് തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. അറിഞ്ഞോ അറിയാതെയോ വന്നൊരു പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കിടയാക്കി. ട്രംപിന്റെ ആരോഗ്യനില അസാധാരണമാം വിധം മെച്ചപ്പെട്ട നിലയിലാണെന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ലെന്നും വാൻസ് വിശദീകരിച്ചു. എന്നും രാത്രി ഏറെ വൈകി അദ്ദേഹം ഫോൺ വിളിക്കും. അതിരാവിലെ നേരത്തെ എണീറ്റും ആദ്യം എത്തുക അദ്ദേഹത്തിന്റെ ഫോൺ കോൾ ആണെന്നും വാൻസ് വെളിപ്പെടുത്തി. എന്നാൽ ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രസിഡന്റ് പദം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോഴാണ് വാൻസിന്റെ മനസ്സിലിരിപ്പ് അറിയാതെ പുറത്തു വന്നത്. ട്രംപിന് ദാരുണമായ എന്തെങ്കിലും സംഭവിച്ചാൽ ആ റോൾ ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നായിരുന്നു വാൻസിന്റെ മറുപടി. കഴിഞ്ഞ 200 ദിവസം അതിനുള്ള പരിശീലനം തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. വാൻസിന്റെ പ്രസ്താവന കൂടി വന്നതോടെ സോഷ്യൽ മീഡിയ ഇളകി. ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുതൽ ശക്തമായി. അങ്ങനെയാണ് ട്രംപ് ഈസ് ഡെഡ് എന്ന ഹാഷ്ടാഗ് വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതിനിടെ ദ സിംസൺസ് സൃഷ്ടാവ് മാറ്റ് ഗ്രോണിങ്ങിന്റെ ഒരു തമാശയും ഊഹാപോഹങ്ങളുടെ ആക്കം കൂട്ടി. ജൂലൈയിൽ സാന്റിയാഗോ കോമിക് കോൺ എന്ന കോമിക് ബുക്കിലെ പരമ്പരയുടെ അവസാനത്തെക്കുറിച്ച് സംസാരിക്കവേ ആരെങ്കിലും മരിക്കുന്നത് വരെ തങ്ങൾ തുടരുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ആരാണ് മരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അയാൾ മരിച്ചാൽ തെരുവിൽ ആളുകൾ നൃത്തം ചെയ്യും. എന്നാൽ പ്രസിഡന്റ് വാൻസ് നൃത്തം നിരോധിക്കുമെന്നുമുള്ള പ്രവചനമാണ് സിംസൺസ് നടത്തുന്നതെന്നും ഗ്രോണിംഗ് തമാശയായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ പല വെളിപ്പെടുത്തലുകളും നടത്തിയ ചരിത്രം ദ സിംസൺസ് ഷോയ്ക്കുണ്ട്. 2000-ലെ തെരഞ്ഞെടുപ്പ് വിജയം മുതൽ 2ാം ഊഴം വരെ ഈ ഷോ പ്രവചിച്ചിരുന്നു. ഈ പ്രവചനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് വാൻസിന്റെ പ്രസ്താവന കൂടി ചേർത്ത് വെച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ട്രംപ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തതും ആ പ്രചാരണങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. എന്നാൽ അഭ്യൂഹങ്ങൾക്ക് മറുപടിയുമായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് മികച്ച ആരോഗ്യത്തിൽ തന്നെ തന്റെ ജോലികൾ തുടരുന്നു എന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ട്രംപ് വിർജീനിയയിൽ ഗോൾഫ് കളിക്കാൻ പോകുന്നതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഫോർബ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.